നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ ജ്വല്ലറി കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ 2 പേർ പോലീസ് പിടിയിലായത് ചങ്ങരംകുളം തിരുവനന്തപുരം സ്വദേശികൾ. പട്ടാമ്പി ടൗണിൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് പരിസരത്ത് പ്രവർത്തിക്കുന്ന ആരാധന ജ്വല്ലറിയിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. 8 പവനോളം സ്വർണ്ണാഭരണവും പണവുമാണ് ഇവിടെ നിന്നും മോഷ്ടാക്കൾ അപഹരിച്ചത്. ഈ കേസിലെ പ്രതികളെയാണ് പട്ടാമ്പി പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശി ബിനു, ചങ്കരംകുളം നന്നമുക്ക് സ്വദേശി റഫീഖ് എന്നിവരെയാണ് പിടിയിലായത്. ഈ മാസം 25-നായിരുന്നു മോഷണം. ആരാധന ജ്വല്ലറിയുടെ പൂട്ട് തകർത്ത് ഗ്ലാസ് അടിച്ചു പൊളിച്ചായിരുന്നു മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ഡിസ്പ്ലേ സൂക്ഷിച്ചിരുന്ന 8 പവനോളം സ്വർണ്ണാഭരണവും പണവുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. തുടർന്ന് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. നിരീക്ഷണ ക്യാമറകളും ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലും കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തി. ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ഇതിനിടെ പ്രതികളിൽ ഒരാൾ രൂപമാറ്റം വരുത്തിയാണ് സഞ്ചരിച്ചിരുന്നത്. ഇരുവരും സംഭവത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് കടക്കുകയും ചെയ്തു. പോലീസിന് ലഭിച്ച കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിൽ വീണത്. മോഷ്ടിച്ച ആഭരണങ്ങൾ പാലക്കാടും തിരുവനന്തപുരത്തെയും കടകളിൽ പണയം വയ്ക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പട്ടാമ്പി CI അൻഷാദ്, SI ഉദയകുമാർ, ASI മാരായ അബ്ദുൾ റഷീദ്, ബിജു, സ്ക്വാഡ് അംഗങ്ങളായ മിജേഷ്, റിയാസ്, സജിത്, സൻഫീർ, കമൽ, സജിത്, നൌഷാദ് ഖാൻ, സന്ദീപ്, മുരുകൻ, പ്രശാന്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. CCTV ന്യൂസ് ഇമ്പാക്ട്. തൃത്താല VK കടവ് റോഡിൽ 11 kV വൈദ്യുത ലൈനിന് സമീപത്തെ ഉണങ്ങിയ മരം വെട്ടിമാറ്റി. യാത്രക്കാർക്കും സമീപത്തെ വീട്ടുകാർക്കും ഒരുപോലെ അപകട ഭീഷണി സൃഷ്ടിച്ച് തൃത്താല VK കടവ് റോഡിൽ KR നാരായണൻ റോഡിന് എതിർവശത്തായി ഏത് നിമിഷവും റോഡിലേക്ക് പൊട്ടിവീഴാറായ ഉണങ്ങിയ മരം ഒടുവിൽ വെട്ടിമാറ്റി. നിരവധി വർഷങ്ങളായി ഉണങ്ങി നിൽക്കുന്ന മരം പൂർണ്ണമായും ദ്രവിച്ച നിലയിലായിരുന്നു. മരത്തിന്റെ ചെറുതും വലുതുമായ കൊമ്പുകൾ റോഡിലേക്കും റോഡരികിലെ വീടുകളിലേക്കും പൊട്ടിവീഴുന്നത് പതിവായിരുന്നു. ഏതാനും ദിവസം മുമ്പ് മരത്തിന്റെ വലിയൊരു കൊമ്പ് പൊട്ടിവീണിരുന്നു. തലനാരിഴയ്ക്കാണ് ഈ അപകടത്തിൽ നിന്നും തൊട്ടടുത്ത വീട്ടിലെ ഗൃഹനാഥൻ രക്ഷപ്പെട്ടത്. മരത്തിനോട് ചേർന്ന് 11 kV വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുകയും ചെയ്തിരുന്നു. PWD, KSEB തുടങ്ങി ബന്ധപ്പെട്ട മുഴുവൻ അധികൃതർക്കും അപകട സാധ്യത ചൂണ്ടിക്കാട്ടി നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് CCTV ന്യൂസ് മരം ഉയർത്തുന്ന അപകട ഭീഷണിയെപ്പറ്റി വാർത്ത നൽകിയത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട അധികൃതർ എത്തി മരം വെട്ടിമാറ്റുകയായിരുന്നു. സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും കടകളിലേക്കും തൊട്ടടുത്തുള്ള കല്യാണ മണ്ഡപങ്ങളിലേക്കും ഉൾപ്പെടെ കുട്ടികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേരാണ് ദിവസവും ഉണങ്ങിയ മരത്തിനടിയിലൂടെ അപകടയാത്ര നടത്തിയിരുന്നത്. മരം പൂർണ്ണമായി മുറിച്ചുമാറ്റിയതോടെ മുഴുവൻ അപകട സാധ്യതകൾക്കും വർഷങ്ങൾക്ക് ശേഷം പരിഹാരമായി. പട്ടാമ്പി മണ്ഡലത്തിലെ റോഡ് നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. വിവിധ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്താനായി MLA മുഹമ്മദ് മുഹസിൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ PWD റോഡുകളുടെയും പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണ പുരോഗതി വിലയിരുത്തുവാനായാണ് മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തത്. പട്ടാമ്പി മുതുതല ആമിയൂർ റോഡിന്റെ നവീകരണം ഉടൻ ആരംഭിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. ഇതിന്റെ ടെൻഡർ നടപടികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. പട്ടാമ്പി ചെർപ്പശ്ശേരി പാതയിലെ BNBCയിലെ അറ്റകുറ്റപ്പണികളും ഉടൻ ആരംഭിക്കും. വിവിധ വിദ്യാലയങ്ങളുടെ കെട്ടിട നിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു. മുളയങ്കാവ് ടൗണിന്റെ നവീകരണം ഉടൻ നടപ്പാക്കുമെന്നും മുഹമ്മദ് മുഹസിൻ MLA യോഗത്തിന് ശേഷം പറഞ്ഞു. പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ റോഡിന് ഇരുവശവും കട്ടുവിരിച്ച് വീതി കൂട്ടുന്ന പ്രവൃത്തികളും ഉടൻ നടപ്പാക്കും. ആദ്യഘട്ടത്തിൽ കൊപ്പം വരെയുള്ള ഭാഗത്താണ് പ്രവൃത്തികൾ നടപ്പാക്കുക. രണ്ടാം ഘട്ടത്തിൽ കൊപ്പം മുതൽ വിളൂർ വരെയും റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തികൾ നടപ്പാക്കുമെന്നും MLA സൂചിപ്പിച്ചു. എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കുന്നതിന് ഇപ്പോൾ മഴയായിട്ട് ബന്ധപ്പെട്ട് കുഴി ആയിരുന്ന റോഡുകളൊക്കെ തന്നെ കുഴി അടക്കുകയും അത്തരം പ്രവർത്തനങ്ങൾ നടക്കുകയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി പട്ടാമ്പി നിന്ന് കൊടുമുണ്ട പോകുന്ന റോഡിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ട നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി 5.5 കോടിയുടെ വർക്ക് ടെൻഡർ ചെയ്ത് അത് പൂർത്തീകരിച്ച് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനും തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ 6 കോടി അനുവദിച്ചിട്ടുള്ള പട്ടാമ്പിയിൽ നിന്ന് വല്ലപ്പുഴ ചെറുപ്പശ്ശേരി റോഡിൽ വല്ലപ്പുഴ വരെയുള്ള റോഡ് BC ഓവർലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി അതിന് മുകളിൽ റബ്ബറൈസ് ചെയ്യുന്ന പ്രവർത്തനം BC ഓവർലേ മാത്രമായിരിക്കും, എന്നാലും ആ റോഡ് മെച്ചപ്പെട്ട രീതിയിൽ ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള ഫണ്ട് അനുവദിച്ചു. അതിൻ്റെ ടെൻഡറും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതും വേഗത്തിൽ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു. മറ്റു റോഡുകളിലൊക്കെ തന്നെ അത്യാവശ്യം വേണ്ട മെയിൻ്റനൻസ് വർക്കുകളുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയും നമ്മുടെ മണ്ഡലത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് തിരുവേഗപ്പുറ അഞ്ചുമൂല റോഡ്. അത് കരാറുകാരൻ പാതി വഴിയിൽ വർക്ക് നിർത്തിപ്പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ വർക്ക്
പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഫണ്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മറ്റു കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനും യോഗം തീരുമാനിച്ചു. കപ്പൂർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. വേളൂർക്കുന്ന്, കള്ളിക്കുന്ന് മേഖലകളിലാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടുപന്നി ശല്യം രൂക്ഷമായിരിക്കുന്നത്. പകൽ സമയം വീടുകളിൽ കയറി പന്നികൾ ആക്രമണം നടത്തിയ സാഹചര്യം വരെയുണ്ടായി. പഞ്ചായത്ത് പന്നികളെ കൊന്നൊടുക്കുന്നുണ്ടെങ്കിലും പന്നികൾ രാത്രികാലങ്ങളിൽ കൂട്ടത്തോടെയാണ് എത്തുന്നത്. കൃഷി നശിപ്പിക്കുന്നതും പകൽ സ്വൈര്യവിഹാരം നടത്തുന്നതും മൂലവും ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ കൊടുമുണ്ട റെയിൽവേ ഗേറ്റ് ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ച് തകർന്നതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടത് പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ കൊടുമുണ്ട റെയിൽവേ ഗേറ്റാണ് ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ചു കയറി തകർന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു അപകടം സംഭവിച്ചത്. പട്ടാമ്പി ഭാഗത്തുനിന്നും മുതുതല ഭാഗത്തേക്ക് പോകുകയായിരുന്നു ഗുഡ്സ് ഓട്ടോറിക്ഷ. ട്രെയിൻ വരുന്നതിന്റെ ഭാഗമായി ഗേറ്റ് അടയ്ക്കുന്ന വേളയിലായിരുന്നു ഗുഡ്സ് ഓട്ടോറിക്ഷ ഗേറ്റിലേക്ക് ഇടിച്ചു കയറിയത്. ആദ്യ ഗേറ്റ് കടന്ന ഓട്ടോറിക്ഷ അടുത്ത ഗേറ്റിൽ പോയി ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. രാത്രിയോടെയാണ് ഗേറ്റ് നേരെയാക്കി പാതയിലൂടെയുള്ള വാഹന ഗതാഗതം സുഗമമാക്കിയത്. ഷൊർണൂരിൽ നിന്നും റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്തെത്തിയായിരുന്നു നടപടികൾ സ്വീകരിച്ചത്. പട്ടാമ്പിയിൽ ഫ്രീ എൻട്രൻസ് അറ്റ് ശ്രദ്ധയുടെ ക്ലാസുകൾ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ സന്ദർശിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് ക്ലാസ് നടക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA ശ്രദ്ധ പദ്ധതിയുടെ ഭാഗമായാണ് പട്ടാമ്പിയിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ എൻട്രൻസ് പരിശീലനം സംഘടിപ്പിച്ചു വരുന്നത്. ശ്രദ്ധ ഫ്രീ എൻട്രൻസ് അറ്റ് ശ്രദ്ധയുടെ 2ാം ദിന ക്ലാസ്സാണ് കഴിഞ്ഞ ദിവസം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടന്നത്. കെമിസ്ട്രി, ഫിസിക്സ് ക്ലാസുകളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ക്ലാസുകൾ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ സന്ദർശിച്ചു. 200ഓളം കുട്ടികൾ സൗജന്യ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. SLC, +1, +2 സയൻസ് കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് ഫ്രീ എൻട്രൻസ് അറ്റ് ശ്രദ്ധ എന്ന പേരിൽ സൗജന്യ എൻട്രൻസ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ വെച്ച് അവസാനിപ്പിക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു എക്സാമും നമ്മൾ നടത്തിയാൽ എക്സാം നടത്തിയിട്ട് എല്ലാവരും പേടിപ്പിക്കാനല്ല. നമുക്കൊരു അനുഭവം വേണമല്ലോ, എങ്ങനെയാണ് എൻട്രൻസ് എഴുതുന്നത് എന്ന് വെച്ച്. അപ്പോൾ ആ ഒരു അനുഭവം ഉണ്ടാക്കാനും ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് സ്വയം കണ്ടെത്താനും വേണ്ടിയിട്ടാണ് ഒരു എക്സാം നടത്തുന്നത്. ഇപ്പൊ നമ്മള് ഈ ഫീഡ്ബാക്ക് ചോദിച്ചിട്ടുണ്ട് നിങ്ങളോട്. ഫീഡ്ബാക്ക് ചോദിച്ചത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോ ഇവിടെ ക്ലാസ് എടുക്കുന്ന ആളുകളെ മോശമാക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല. നിങ്ങൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. ഓരോ ക്ലാസ്സും കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നറിയില്ല. ചിലപ്പോൾ 10 കുട്ടികളുടെ ആവശ്യം വേറെ ആയിരിക്കും, 4 കുട്ടികൾക്ക് വേറെ തരത്തിലായിരിക്കും വേണ്ടത്, 1 കുട്ടിക്ക് വേറെ തരത്തിലായിരിക്കും വേണ്ടത്. ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ടാവും. അത് ആ ഫീഡ്ബാക്ക് കിട്ടിയാലാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അതറിയുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യണം. ചിലപ്പോൾ ചില ആളുകൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയണം. ഇനി അല്ല, നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടെ ഇന്ന വിഷയങ്ങൾ ഇന്ന രീതിയിൽ വേണം എന്ന് പറയുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. നമുക്ക് എന്താണെന്നറിയോ, നമുക്കൊരു ലക്ഷ്യമുണ്ട്, അതറിയാലോ. നമ്മുടെ മണ്ഡലത്തിൽ മെഡിക്കലും അതുപോലെ എഞ്ചിനീയറിംഗും എൻട്രൻസ് എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അതിൽ പാസ്സാവുകയും ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും, ഇനി അത് രണ്ടും ചെയ്യാത്തവരാണെങ്കിൽ പോലും ഈ പ്രിപ്പറേഷനിൽ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റുന്നൊരു ടീമിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ നിസ്സാര ഉദ്ദേശമല്ല. അപ്പൊ ഈ ഇടക്കിടക്ക് വന്നിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ലാച്ചിട്ടാണ് ഞാനെപ്പോഴും വരാത്തത്. KSKTU നാഗലശ്ശേരി വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ച ആത്മാഭിമാന സംഗമം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി VK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് O വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV സുന്ദരൻ, ഏരിയ വൈസ് പ്രസിഡന്റ് KP സുലൈഖ, ഏരിയ ജോയിന്റ് സെക്രട്ടറി A ചന്ദ്രശേഖരൻ മാസ്റ്റർ, നാഗലശ്ശേരി ലോക്കൽ സെക്രട്ടറി VP അഷ്റഫ് അലി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ C ഇന്ദിര, TK ബാലൻ മാസ്റ്റർ, EP വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രാർത്ഥിക്കാനും പൂജിക്കാനുമുള്ള അധികാരവും എല്ലാം നേടിയെടുക്കപ്പെട്ടത് ഈ രൂപത്തിലുള്ള ഒട്ടേറെ സമരങ്ങളുടെ ഭാഗമായി. ഈ നാടിനെ മാറ്റിമറിച്ചത് കഷ്ടപ്പാടില്ല. നാടിനെ മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എല്ലാം മാറ്റിമറിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ തൊഴിലാളി ജനവിഭാഗം അതിശക്തമായ സമര പോരാട്ടങ്ങൾ നടത്തുന്നു. ആ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ
തിരുവേഗപ്പുറ പഞ്ചായത്ത് ഭരണസമിതിയുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് CPMന്റെ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഒക്ടോബർ 4-ന് നടക്കും. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ നടത്തിവന്നിരുന്ന കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. തിരുവേപ്പുര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയിൽ ആരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 4-നാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തുന്നത്. മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് 3 ദിവസങ്ങളിലായി കാൽനട പ്രചരണജാഥ നടത്തി വന്നിരുന്നത്. കാൽനട പ്രചരണജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം സമാപിച്ചു. സമാപന യോഗം പുരോഗമന കലാസാഹിത്യ സംഘം മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ജംഷിദ് അലി ഉദ്ഘാടനം ചെയ്തു. 1957 മുതൽ 87 വരെ 30 കൊല്ലം. ആ 30 വർഷത്തിനിടയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എത്ര വർഷം ഭരിച്ചു? വലതുപക്ഷ കമ്മ്യൂണിസ്റ്റുകൾ അന്ന്, ആ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല, അന്ന് ഭരിച്ചിട്ടുണ്ട്. കേരളത്തിൽ 1957 മുതൽ 87 വരെയുള്ള 30 വർഷത്തിനിടയിൽ ഭരിച്ചത് വെറും 6.5 കൊല്ലമാണ്. 6.5 കൊല്ലം. ബാക്കി കാലം മുഴുവൻ അപ്പുറത്ത്. അതിൽ നിന്ന് ഈ കേരളത്തെ എങ്ങനെ സൃഷ്ടിച്ചു? അത് കഴിഞ്ഞ് നിങ്ങൾ നോക്ക്, ജനകീയാസൂത്രണം, സാക്ഷരത, കേരളത്തിന്റെ അഭിമാനകരമായ എല്ലാ കാര്യങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഇടതുപക്ഷം കേരളം ഭരിച്ചപ്പോഴാണ്. അത് കഴിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കുകയും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒന്നിച്ച് ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്ത കാലം. അതിനുശേഷമാണ് കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ടെക്നോളജിക്കലായ വികാസം ഉണ്ടായത്. പലരും കളിയാക്കും, കമ്പ്യൂട്ടറിനെ എതിർത്തില്ലേ സഖാവേ നിങ്ങൾ? അത് കേൾക്കുമ്പോൾ നമ്മുടെ സഖാക്കളിൽ ചിലരൊക്കെ ശരിയാണല്ലോ, കമ്പ്യൂട്ടറിനെ എതിർത്തല്ലോ എന്ന് തലകുനിക്കും. കമ്പ്യൂട്ടറിനെ അല്ല എതിർത്തത്, കമ്പ്യൂട്ടർ എന്ന സംവിധാനത്തെയല്ല, കമ്പ്യൂട്ടർ വൽക്കരണത്തിലൂടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തെയാണ്. ആ തൊഴിൽ നഷ്ടപ്പെട്ടവരെ അവരുടെ ജീവിതത്തെ സംരക്ഷിക്കാനുള്ള നടപടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടത്. നമ്മൾ കമ്പ്യൂട്ടറിനെയാണ് എതിർത്തതെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആരാണ് പ്രിയപ്പെട്ടവരെ ടെക്നോ പാർട്ടി കൊണ്ടുവന്നത്? CPM തിരുവേപ്പുറ ലോക്കൽ കമ്മിറ്റി അംഗം S അനീഷ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ TP അഹമ്മദ്, വൈസ് ക്യാപ്റ്റൻ PK സതീശൻ, മാനേജർ VT ബിജു, ജാഥ കോർഡിനേറ്റർ N മനോജ്, MV അനിൽകുമാർ, VT കരീമലി, K സേതുമാധവൻ, MS ബഷീർ, സജിന ബാനു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി നിള IPT റോഡ് നവീകരണം ഉടൻ പൂർത്തിയാക്കണമെന്ന് കേരള പ്രവാസി സംഘം പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം ആവശ്യപ്പെട്ടു. സംഘം ഏരിയ സെക്രട്ടറി റിയാസ് കൊടുമുണ്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നിളാശുപത്രി മുതൽ ഷൊർണൂർ IPT ആൻഡ് GPT കോളേജ് വരെയുള്ള റോഡ് നവീകരണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കണമെന്നും പൂർണ്ണതോതിൽ ഗതാഗതയോഗ്യമാക്കണമെന്നും കേരള പ്രവാസി സംഘം പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം ആവശ്യപ്പെട്ടു. തെക്കുമുറി എലഗൻസ് പ്ലാസയിൽ വെച്ചായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. ഏരിയ സെക്രട്ടറി റിയാസ് കൊടുമുണ്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അലി മുണ്ടത്ത് അധ്യക്ഷനായിരുന്നു. PP മുഹമ്മദ്, A ജലീൽ, KC ഷാജി, യാഹു, ഷംസു കല്ലുപറമ്പിൽ, ബക്കർ മുണ്ടത്ത്, ഷംസു പരൂക്കടവ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതിൽ വന്ന പല ആളുകളുണ്ടാവും. അവരിത് മനസ്സിലാക്കി ചെയ്യാനും പ്രവർത്തിക്കാനും നമ്മളെ ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ ആമുഖമായി പറയുന്നു. പിന്നെ പ്രമേയം, പട്ടാമ്പിയിലെ ശ്മശാനം പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുക, ഭാരതപ്പുഴ സംരക്ഷണത്തിന് പ്രത്യേകം പദ്ധതി തയ്യാറാക്കുക എന്ന് ഈ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. പരുതൂർ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അബ്ദുള്ള ഹാജി സ്മാരക അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ, MP ഹസൻ, PTM ഫിറോസ്, AKM അലി, അനിത രാമചന്ദ്രൻ, MP ഉമ്മർ, രജനി ചന്ദ്രൻ, EA ശിവകുമാർ, കെട്ടിടത്തിന് സ്ഥലം സൗജന്യമായി നൽകിയ പട്ടർമാർതൊടി ആലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദര ചടങ്ങ് സംഘടിപ്പിച്ചു. 2025 സെപ്റ്റംബറിൽ ബൾഗേറിയയിൽ വെച്ച് നടന്ന വേൾഡ് ആം റെസ്ലിംഗ് മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശാന്ത് M വിനോദിനെയും ഫ്ലവേഴ്സ് TV ടോപ്പ് സിംഗർ സീസൺ 5 ഫൈനലിസ്റ്റ് ഗൗതമി പ്രശാന്തിനെയും ചടങ്ങിൽ അനുമോദിച്ചു. കൂറ്റനാട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റ് KR ബാലന്റെ അധ്യക്ഷതയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന ഉദ്ഘാടനം ചെയ്തു. സംഘടന പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ബാലൻ എന്നിവർ മുഖ്യാതിഥികളായി. സിദ്ദിഖ് മഹിമ,
ടി കെ ജയപ്രകാശ്, ടി പി ഷക്കീർ, ഷമീർ വൈക്കത്ത്, ടി മുജീബ് റഹ്മാൻ, വി പി സുധീർ, സലീം ചുങ്കത്ത് എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ സജ്ജമാക്കിയ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. യൂണിറ്റിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ വിലയിരുത്തി. ഒക്ടോബർ 4-ന് ആരോഗ്യ സംഘം പരിശോധിക്കാനെത്തും. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് സജ്ജമാക്കിയ ഡയാലിസിസ് യൂണിറ്റ് ഉടൻ തുറന്നുകൊടുക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. ഇതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ വിലയിരുത്തി. രോഗികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ താലൂക്ക് ആശുപത്രിയിൽ ഉടൻ ആരംഭിക്കുമെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഡയാലിസിസ് സംബന്ധമായ എല്ലാ പരിശോധനകളും വിജയകരമായി ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 10 ബെഡും 8 മെഷീനുകളുമാണ് സെന്ററിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സാധ്യമാവുകയില്ലെന്നും MLA സൂചിപ്പിച്ചു. ഡയാലിസിസിനുള്ള അപേക്ഷകൾ താലൂക്ക് ആശുപത്രിയിൽ സ്വീകരിക്കും. രോഗികളെ ആശുപത്രി HMC യോഗമാണ് തിരഞ്ഞെടുക്കുക. രോഗികളുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചാണ് തുടർ നടപടികൾ ഉണ്ടാകുകയെന്നും MLA സൂചിപ്പിച്ചു. ആരംഭത്തിൽ 2 ഷിഫ്റ്റുകളായാണ് ഡയാലിസിസ് നടക്കുക. നേരത്തെ കൾച്ചറൽ ട്രസ്റ്റ് നടത്തുന്നുണ്ടായിരുന്നു. അത് ആദ്യം ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ ടെസ്റ്റുകളും പോസിറ്റീവായി, എല്ലാ ടെസ്റ്റുകളും പൂർത്തീകരിച്ചു. കൾച്ചറൽ ട്രസ്റ്റ് പോസിറ്റീവ് ആയതായിരുന്നു നേരത്തെ പ്രശ്നം. എല്ലാ ടെസ്റ്റുകളും ഇപ്പോൾ ക്ലിയറായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം സക്സസ് ആണ്. അപ്പോൾ ഇനി ഡയാലിസിസ് സെന്റർ ആരംഭിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി വരുന്ന 4-ാം തീയതി ആരോഗ്യവകുപ്പിന്റെ ഒരു വിദഗ്ധ സംഘം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക്, ഡയാലിസിസ് രോഗികൾക്ക് ഓപ്പണാക്കി തുറന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പോൾ 10 ബെഡുകളുണ്ട്. അതോടൊപ്പം തന്നെ 8 മെഷീനുകളാണ് ഇവിടെ ഉള്ളത്. RO പ്ലാന്റ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ മികച്ച രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികളും ക്രമങ്ങളും പൂർത്തീകരിച്ചു. ടെക്നീഷ്യൻസിനെ എടുത്തു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു. ഇപ്പം ട്രയൽ റണ്ണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് ട്രയൽ റണ്ണ് നടത്തിയിട്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മെഡിസിൻസും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി രോഗികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു തലത്തിലേക്ക് കടക്കുകയാണ്. അത് പട്ടാമ്പി നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ HMC ചേർന്നുകൊണ്ട് വരുന്ന ദിവസം തന്നെ അതിന്റെ മാനദണ്ഡങ്ങൾ തീരുമാനിച്ച് ആശുപത്രിയിൽ ആരൊക്കെയാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. MLAക്കൊപ്പം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിദാസ് മറ്റു ജീവനക്കാരും ഉണ്ടായിരുന്നു. 5 പതിറ്റാണ്ട് ചാലിശ്ശേരി മൂലയംപറമ്പത്തുകാവ് ക്ഷേത്രത്തിലെ കോമരമായി സേവനം ചെയ്ത ശിവശങ്കരൻ വെളിച്ചപ്പാട് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് പദവി ഒഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിനത്തിലാണ് നാടിനെ ദുഃഖത്തിലാഴ്ത്തി വെളിച്ചപ്പാട് വിട പറഞ്ഞത്. ഞായറാഴ്ച രാവിലെ 6 മണിക്കാണ് വാളും ചിലമ്പും ദേവീസന്നിധിയിൽ സമർപ്പിച്ച് വെളിച്ചപ്പാട് പദവി ഒഴിഞ്ഞത്. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് വീട്ടുവളപ്പിൽ നടന്നു. സുഭദ്രയാണ് ഭാര്യ. സുശീല, പ്രസാദ്, പ്രവീൺ എന്നിവർ മക്കളാണ്. ചുമട്ട് തൊഴിലാളി യൂണിയൻ CITU പട്ടാമ്പി ഡിവിഷൻ സമ്മേളനം മുതുതലയിൽ നടന്നു. ജില്ലാ സെക്രട്ടറി PN മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിക്കും പ്രദേശവാസികൾക്കും ദോഷകരമാകും വിധത്തിൽ മെഷീനുകൾ ഉപയോഗിച്ച് പാറ പൊട്ടിച്ച് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും ഈ സാഹചര്യത്തിൽ ചെറിയ കോറികൾക്ക് ലൈസൻസ് അനുവദിച്ച് തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കണമെന്നും ചുമട്ട് തൊഴിലാളി യൂണിയൻ CITU പട്ടാമ്പി ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. മുതലിൽ വെച്ചായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. CITU ജില്ലാ സെക്രട്ടറി PN മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നിങ്ങളെ റോഡിൽ ആളില്ല, ഒരാള് ട്രാൻസ്ഫറായി ആളില്ലാത്ത വിവരം ഇന്നലെ സംസ്ഥാന ബോർഡിൽ ചെയർമാനോട് വിവരം. ഇന്ന് ബോർഡ് യോഗം നടക്കുന്നുണ്ട്. സമീപ ദിവസങ്ങളിൽ ആളെ വെക്കാൻ ആവശ്യമായ ഒരാളെ വെച്ചിട്ടുണ്ട്. താൽക്കാലിക അടിസ്ഥാനത്തിലുള്ളത് അയാളെ കൊല്ലംകോടാണ്. ആണ്. അയാളുടെ വീടിന്റെ ഭാഗത്താണ് പണിയെടുക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ അയാൾക്ക് പ്രയാസം. ആ പ്രയാസം പറഞ്ഞു ആളെ വെച്ച വിവരം അവർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. എന്നാലും ഈ കാര്യങ്ങൾ രണ്ടും ഒത്തുപോകാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമുക്ക് കഴിയാവുന്ന ബോർഡിന്റെ പ്രവർത്തനം വേണ്ട രീതിയിലായിരുന്നു ചില കാര്യങ്ങൾ. പക്ഷെ ഈ ക്ഷേമ ബോർഡിന്റെ പ്രവർത്തനം പെൻഷനായതിന്റെ പിറ്റേ ദിവസം തൊട്ടിട്ട് അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചു കൊടുക്കാം. ഒറ്റപ്പാലം ഡിവിഷൻ. പിന്നെ നിങ്ങൾ ഇവിടെ പെൻഷന്റെ കാര്യത്തിൽ ചർച്ച ചെയ്തു പോയി. 1600 രൂപയല്ലേ പെൻഷൻ ഉള്ളൂ. അത് ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ട്. K സതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. KP രാജൻ, T ജഗദീഷ്, PC വാസു, C ശ്രീകുമാർ, AV സുരേഷ്, P ഷൺമുഖൻ, T ഗോപാലകൃഷ്ണൻ,
എം ശങ്കരൻകുട്ടി, എ ആനന്ദവല്ലി, പി കെ ചെല്ലിക്കുട്ടി, ടി പി രജീഷ്, ടി സുധാകരൻ, കെ മനോഹരൻ, സി മുകേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സി മുകേഷിനെ പ്രസിഡന്റായും കെ സതീഷ് കുമാറിനെ സെക്രട്ടറിയായും കെ പി രാജനെ ട്രഷററുമായുള്ള പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.